السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد الصادق الوعد الأمين صلى الله عليه وعلى آله وأصحابه أجمعين. أما بعد، قال رسول الله صلى الله عليه وسلم: حياتي خير لكم ومماتي خير لكم. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ, ഏറ്റവും വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ സർവ്വദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണമേ റബ്ബേ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും തീർത്തു സലാമത്തിന്റെ വഴികൾ നീ തുറന്നു തരണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണമേ റബ്ബേ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണമേ റബ്ബേ. ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും മനസ്സിന് സമാധാനവും നൽകണമേ റബ്ബേ. ജീവിതം ഖൈറാകുന്ന കാലം അത്രയും സന്തോഷത്തോടെ ജീവിപ്പിച്ച് മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചരിച്ച് സന്തോഷത്തോടെ നിന്നിലേക്ക് യാത്രയാവാൻ നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ മരണപ്പെട്ടവർ ഈ പള്ളിക്ക് ചുറ്റും അന്തിയുറങ്ങുന്നവർ എല്ലാവരെയും നിന്റെ ഫിർദൗസിൽ നീ ഒന്നിപ്പിക്കണമേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഈ വിശുദ്ധ റബീഉ നമ്മോട് യാത്ര ചോദിക്കുകയാണ്. അവിടുത്തെ ജന്മം തന്നെ ജന്മം കൊണ്ട് ധന്യമായ ഈ മാസം വലിയൊരു മറ്റൊരു സന്ദേശം കൂടി നൽകിയിട്ടാണ് അവിടുന്ന് ലോകത്തോട് യാത്ര പറഞ്ഞു പോയത്. അവിടുത്തെ വിശുദ്ധമായ വഫാത്തും ഇതേ മാസത്തിൽ തന്നെയായിരുന്നു. വിശ്വാസ സമൂഹത്തിന് വലിയൊരു സന്ദേശമാണത്. ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അല്ലാഹു നൽകിയത് കേവലം 63 വർഷം മാത്രമാണ്. ഈ ലോകത്ത് ആർക്കെങ്കിലും ശാശ്വതമായൊരു ജീവിതം നൽകുകയാണെങ്കിൽ അത് അല്ലാഹുവിന്റെ ഹബീബിനായി ആകുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിക്ക് പോലും അല്ലാഹു കൊടുത്തത് 63 വയസ്സാണ്. ആ റസൂലുള്ളാഹിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിച്ചു എന്നത് നമുക്കൊക്കെ വലിയൊരു സന്ദേശമാണ്. നമ്മൾക്കും അതുപോലെ തിരിച്ചു പോകേണ്ട ഒരു ദിനമുണ്ട് എന്ന് വലിയ സന്ദേശം നൽകിയിട്ടാണ് ലോകനായകൻ യാത്ര പറഞ്ഞു പോയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഹബീബ റസൂലുള്ളാഹ്? ഈ ഹബീബ റസൂലുള്ളാഹിക്കായിരുന്നു ഇവിടെ ജീവിക്കാൻ ഏറ്റവും അർഹതയുള്ളത്. മനുഷ്യനെന്നല്ല, ഈ പ്രപഞ്ചം പോലും ആദരിച്ചു ലോകനായകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകൃതി പോലും ആദരിച്ചു. ഈ പ്രകൃതി പോലും ആദരിച്ച ലോകനായകനാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിക്ക് പോലും കൊടുത്തത് 63 വയസ്സാണ്. നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ലോകത്തൊരു പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായിട്ടില്ല. എവിടെയുണ്ടായില്ല. ഒരു സുനാമിയോ ഒരു ഭൂകമ്പമോ ഉരുൾപൊട്ടലുകളോ ഒരു പ്രകൃതി ദുരന്തവും ഉണ്ടായില്ല. ഈ പ്രപഞ്ചം ആദരിച്ചു ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, അല്ലാഹുവിന്റെ ആകാശത്തിന് ശിക്ഷ പോലും ഇറങ്ങിയിട്ടില്ല. അത്രമേൽ ആദരിച്ചു. ആ റസൂലുള്ളാഹി കൊടുത്ത ആയുസ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട സന്ദർഭമാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ ലോകം ചവിട്ട മഹാന്മാരിൽ രണ്ടാമനാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ ഹബീബ് കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിത ജീവിതം കൊണ്ട്, സമ്പൂർണ്ണ സമർപ്പിതമായ ത്യാഗോജ്ജലമായ ജീവിതം കൊണ്ട് ഖലീലുല്ലാഹ് എന്ന അത്യുന്നത പദവിയിലേക്ക് ചവിട്ടിക്കയറിയയാളാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിലാണ് ലോകത്തെ ഏറ്റവും വലിയ ശിക്ഷ വജഅൽനാഹാ ആലിയഹാ സാഫിലഹാ എന്ന് ഖുർആൻ പറഞ്ഞ
ഭൂമിയെയും കീഴ്മയെയും മറിച്ചു കളഞ്ഞ സംഭവം ഉണ്ടായത്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബിയുടെ കുടുംബക്കാരനാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സമകാലീനായ പ്രവാചകനാണ്. ആ ലോകം കണ്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ലോകത്ത് ജീവിച്ചിരിക്കുമ്പോഴാണ് ലോകത്തെ ഏറ്റവും ക്രൂവലായിട്ടുള്ള ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സവർഗരതിക്കാരായിരുന്ന സമൂഹത്തെ അല്ലാഹു ഏറ്റവും ക്രൂവലായിട്ട് നശിപ്പിച്ചു കളഞ്ഞത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ്. അങ്ങനെ എത്ര പ്രവാചകൻ, മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹി ഇസ്ലാം, ആ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലാണ് ലോകത്ത് പിടിച്ചുകുലുക്കിയ ജലപ്രളയം ഉണ്ടായത്. അള്ളാഹുവിന്റെ വിശുദ്ധ കഅബ പോലും ആ ജലപ്രളയത്തിൽ തകർന്നുപോയി എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ജലപ്രളയമാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ പ്രളയത്തിൽ അള്ളാഹു മുക്കിക്കൊന്നത്. അതും ഈ ലോകം ചവിട്ടിയ മഹാനായ ശൈഖുൽ അംബിയാ, ആദ്യത്തെ റസൂൽ മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ആരാണ് മൂസ നബി അലൈഹിസ്സലാം? ഇബ്രാഹിം നബി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം ചവിട്ടിയൊരു മൂന്നാമനാണല്ലോ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അള്ളാഹുവിനോട് സംസാരിക്കാൻ അവസരം കിട്ടിയ പ്രവാചകനല്ലേ? ആ പ്രവാചകന്റെ കൺമുന്നിൽ വെച്ചാണ് ലക്ഷക്കണക്കിന് ആളുകൾ അള്ളാഹു ചെങ്കടൽ മുക്കിക്കൊന്നതെങ്കിൽ, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയതെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനത്തെ ഒരു ദുരന്തത്തിന്റെ വാർത്ത നമുക്ക് വായിക്കാൻ കഴിയില്ല. കാരണം ഈ പ്രപഞ്ചം ആദരിച്ചു ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പോലും ആ പ്രവാചകൻ അല്ലാഹു കൊടുത്ത ആ പ്രവാചകനിക്കും ആ പ്രവാചകന്റെ ഉമ്മത്തിനും അല്ലാഹു കൊടുത്ത ആവറേജ് വയസ്സ് 60-നും 70-നും ഇടയിലാണ്. ഇങ്ങനെ നോക്കൂ നിങ്ങൾ, ഈ ലോകത്ത് സാക്ഷിതമായ ഒരാൾക്ക് ജീവിക്കാൻ അവകാശമുണ്ടായിരുന്നെങ്കിൽ അത് ലോകനായകനാകേണ്ടിയിരുന്നില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ മനുഷ്യൻ മാത്രമാണ് ആദരിച്ചത്. അവിടുന്ന് ഖുതുബയോടുന്ന ഒരു മിമ്പർ ഉണ്ടായിരുന്നു. മദീന പള്ളിയിൽ പുതിയൊരു മിമ്പർ സ്ഥാപിച്ച ആ മിമ്പറിൽ കയറിയിട്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ പള്ളിയുടെ മൂലയിൽ നിന്നിങ്ങനെ ഭയങ്കര കരച്ചിലിന് ശബ്ദം കേൾക്കുകയാണ്. സഹാബത്ത് അത്ഭുത പരതന്തരായി നോക്കി നിന്നോ, ആരാണ് കരയുന്നെന്നറിയാൻ വേണ്ടി. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ വരെ കയറി നിന്ന ഈത്തപ്പന തടി, ആ ഉണങ്ങിയ ഈത്തപ്പന തടിയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പ്രവാചകന്റെ സ്പർശം, ആ സ്പർശം നഷ്ടപ്പെട്ടപ്പോ ഈത്തപ്പന ഉണങ്ങിത്തടിച്ച ഈത്തപ്പന തടിക്ക് പോലും കരയേണ്ടി വന്നുവെങ്കിൽ ഇത് ലോക ചരിത്രത്തിൽ ഇതിന് സമാനമായ ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടാൻ നമുക്ക് കഴിയില്ല. ആ ഈത്തപ്പന തടിക്ക് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്പർശം, പാദസ്പർശത്തെ തിരിച്ചറിയാനും അത് നഷ്ടപ്പെട്ടപ്പോൾ കരയാനും കഴിഞ്ഞുവെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് ആ ഈത്തപ്പന മരത്തിന് ഉണങ്ങിത്തടിച്ച ഈത്തപ്പന മരത്തിന്റെ ആ ഈത്തപ്പന തടിയുടെ മേൽ കൈവച്ചപ്പോഴാണ് അതിന്റെ കരച്ചിൽ അവസാനിച്ചത്. പുണ്യനബി സ്വഹാബത്തിനോട് പറഞ്ഞു, ഞാനെങ്ങാനും കൈവച്ചില്ലായിരുന്നെങ്കിൽ, കൈവച്ചുകൊണ്ട് അതിനെ ആശ്വസിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ലോകാന്ത്യം വരെ അത് കരയുമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഇത് ലോക ചരിത്രത്തിൽ ഇങ്ങനെ സമാനമായ വ്യക്തിത്വത്തെ പരിചയപ്പെടാൻ നമുക്ക് സാധിക്കുമോ എന്ന്. ഇങ്ങനെ അള്ളാന്റെ ഹബീബിനോട് വന്ന് മരങ്ങൾ സലാം പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാനുകൾ സംഭവം പറഞ്ഞ ഒരു മാൻ വേട്ടക്കാരൻ പിടികൂടിയപ്പോൾ ആ മാന് വന്നുകൊണ്ട് പ്രവാചകനോട് ആവലാതി പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ പ്രകൃതി മനുഷ്യൻ മാത്രമല്ല, ലോകത്തുള്ള സർവസ്വവും അവിടത്തെ ആദരിച്ചു എന്നതിന് തെളിവ് പറയാൻ വേണ്ടിയാണ്. അങ്ങനെ പ്രപഞ്ചം ആദരിച്ച, ഈ ലോകം ആദരിച്ച അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഇവിടെ പറഞ്ഞു പോയ മാസവും കൂടിയാണ് റബീഉൽ അവ്വൽ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് സംശയമുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ മാസമല്ലേ, അപ്പോൾ എന്തുകൊണ്ട് ആഘോഷിക്കാൻ പറ്റുമോ എന്ന്. അവിടേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
ഇസ്ലാം എന്ന് പറയുന്നത് കൃത്യമായ മാർഗരേഖയുള്ള ഒരു മതമാണ്. ഇസ്ലാമിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഒരാൾ വഫാത്തായി കഴിഞ്ഞാൽ 3 ദിവസം മാത്രമേ ദുഃഖാചരണം പാടുള്ളൂ. ഭാര്യയ്ക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ 4 മാസവും 10 ദിവസം വരെ പാടുള്ളൂ. അതിലപ്പുറം ദുഃഖാചരണം പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് നാം നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. അവിടുത്തെ ജന്മദിനം എക്കാലം നമുക്ക് ആഘോഷിക്കാം, പക്ഷെ അവിടുത്തെ മരണത്തിൽ ദുഃഖിക്കാൻ പാടില്ലതാണ് ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. കാരണം അല്ലാഹു റസൂലിന് വേണ്ടിയാണ് സ്വർഗം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്നറിയാം. അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടിയാണ് നാളെ സ്വർഗം പോലും ആർക്ക് വേണ്ടിയാണ്? അള്ളാഹു റസൂലിന് വേണ്ടിയാണ്. നാളെ അള്ളാഹു അർശിന്റെ തണലിടുന്നത് ആർക്ക് വേണ്ടിയാണ്? ലോകനായകന് വേണ്ടിയാണ്. അവിടുത്തെ ശഫാഅത്തെല്ലാം സംഭവിക്കണമെങ്കിൽ അവിടുന്ന് ലോകത്തോട് യാത്ര പറഞ്ഞു പോകണം. നമ്മൾ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ എത്രത്തോളം ഹദീസിൽ കാണാൻ കഴിയും. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയത് മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെ ഇറങ്ങാൻ വേണ്ടിയാണ്? അള്ളാന്റെ ഹബീബ് ലോകത്തേക്ക് വരാൻ. അള്ളാന്റെ ഹബീബ് എന്ന ലോകത്തെ ഏറ്റവും അനുഗ്രഹം ലോകത്തേക്ക് വരണമെങ്കിൽ, ലോകത്തേക്ക് അനുഗ്രഹം അനുഭവിച്ചറിയണമെങ്കിൽ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നാ പറ്റില്ല. ആ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ആദം നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചത് പോലും ഈ നബിക്ക് വേണ്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം പണിത് ആർക്ക് വേണ്ടിയാണ്? ഈ നബിക്ക് വേണ്ടിയാണ്. നമ്മൾ നാളെ സ്വർഗത്തിൽ കടക്കുമെങ്കിൽ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. ആ സ്വർഗം പണിതതും ആ സ്വർഗത്തിൽ കടക്കാൻ കാരണക്കാരൻ ആരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹയാത്തി ഖൈറുൽ ലക്കും വമാതി ഖൈറുൽ ലക്കും എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പ്രവാചകന്റെ വഫാത്തിൽ ദുഃഖിക്കേണ്ടവരില്ലേ? എങ്ങനെയാണ് ആഘോഷിക്കുക എന്ന ചോദ്യം നിരർത്ഥകമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ അള്ളാഹുവിന്റെ ലോകത്തെ ഏറ്റവും അനുഗ്രഹമായ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മത്തിൽ സന്തോഷിക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ബാധ്യത. അതൊരു സത്യവിശ്വാസിക്കുണ്ടാവേണ്ട അനിവാര്യമായിട്ടും പ്രവാചകന്റെ ജന്മം വരുമ്പോ സന്തോഷം എന്ന സത്യവിശ്വാസിയുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാന്റെ കണികകൾ അവശേഷിക്കുന്നു എന്നതിന് തെളിവാണത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ആ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഫാത്തിന്റെ ഒരു മാസം കൂടി ആയതുകൊണ്ട് നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് എപ്പോഴും തിരിച്ചു പോകേണ്ടവരാണ് എന്നൊരു ബോധത്തോടു കൂടെ ജീവിക്കേണ്ടവരാണ്. ആ തിരിച്ചുപോക്ക് എപ്പോഴും സംഭവിക്കും. മരണമെന്ന് പറയുന്നത് അള്ളാന്റെ ഹബീബിന് പോലും ഇത്ര പരിമിതമായ ആയുസ്സാണ് കൊടുത്തതെങ്കിൽ ഉമ്മത്തിന്റെ ആയുസ്സും അതേ ആയുസ് തന്നെയാണ്. എന്റെ ഉമ്മത്തിന്റെ ആവറേജ് വയസ്സ് 60-70 ഇടയിലാണെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൂർവകാല സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി ആയുസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മത്തിന്റെ ആയുസ് വളരെ പരിമിതമാണ്. പക്ഷെ ആ ഉമ്മത്ത് മുഴുവൻ സ്വർഗത്ത് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങളെയും ചില ദിവസങ്ങളെയും ചില സന്ദർഭങ്ങളെയും ഈ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഉമ്മത്തിന് നൽകിക്കൊണ്ടാണ് അള്ളാഹു പൂർവകാല സമൂഹത്തെ എല്ലാം അതിജയിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് എപ്പോഴും മരണത്തെ മുന്നിൽ കാണുക എന്നുള്ള ആ ഒരു കാര്യം, ആ ഒരു ബോധം മനുഷ്യനുണ്ടാവണം എന്നുകൂടി ഓർമ്മപ്പെടുത്താനാണ് ഈ റബീഉൽ അവ്വൽ നമ്മുടെ ആ ഒരു സന്ദേശം കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീനാ എന്ന സന്ദേശത്തോടുകൂടെ പ്രവാചകൻ ലോകത്തോട് യാത്ര പറഞ്ഞു പോയത് ഈ ദീൻ സമ്പൂർണമാക്കിയിട്ടാണ്. പ്രവാചകൻ ലോകത്തോട് യാത്ര പറഞ്ഞു പോയതെങ്കിൽ ആ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്ത് പഠിപ്പിച്ച സന്ദേശമാണത്. നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെയായിരിക്കും നിങ്ങളെ മരണമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തെ നന്നാക്കാൻ ഒരു അലാവുദ്ദീന്റെ വിളക്കുമില്ലെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. മരണത്തെ നന്നാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അതേത് വഴിയാണ്? നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത്, നിങ്ങളുടെ ജീവിതം എത്രമേൽ വിശുദ്ധമായിരുന്നുവോ, എത്രമേൽ മനോഹരമായിരുന്നുവോ, എത്രമേൽ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾക്ക് അനുസൃതമായിരുന്നുവോ, അതാണ് നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത്, ആ തരത്തിലുള്ള ജീവിതമാണോ നിങ്ങൾ കാഴ്ചവെച്ചത്, അപ്രകാരമായിരിക്കും നിങ്ങളുടെ മരണമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മരണത്തെ നന്നാക്കുക എന്നതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ
ജീവിതത്തെ നന്നാക്കുക. ജീവിതത്തെ നന്നാക്കാതെ മരണസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഉഷാറായിട്ട് മരിക്കാൻ കഴിയുമെന്ന് ആരും ധരിക്കേണ്ട. ഓരോ മനുഷ്യന്റെയും അവസാനമാണ് ജീവിതത്തെ നിർണയപ്പെടുത്തുന്നത്. അവരെ മരണം എങ്ങനെയായിരുന്നുവോ, മരണം ഏത് രീതിയിലായിരുന്നുവോ, അതാണ് ഒരു മനുഷ്യന്റെ വിജയ പരാജയത്തിന്റെ മാനദണ്ഡം. ആ മരണം നന്നാവാൻ ഒരു കാര്യമേ ഉള്ളൂ, ജീവിതത്തെ നന്നാക്കുക. ജീവിതം അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. എത്ര പരിമിതമായ ജീവിതമാണ്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു ഇഖാമത്തിന്റെ നിസ്കാരത്തിന്റെ ഇടയിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള പരിമിതമായ ഒരു സമയം മാത്രമേ മനുഷ്യന്റെ ആയുസുള്ളൂ. ഈ ഏറ്റവും ചെറിയ ടാർഗറ്റ് മാത്രമേ അല്ലാഹു മനുഷ്യൻ നൽകിയിട്ടുള്ളൂ. വളരെ പരിമിതമായ സമയം. ഒരു ഇഖാമത്ത് കൊടുത്ത് നിസ്കാരത്തിലേക്കുള്ള സെക്കൻഡുകൾ മാത്രം. ഈ പരിമിതമായ സമയത്ത് അള്ളാഹു പൊരുത്തമില്ലാത്ത കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന വളരെ 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 ചെറിയ ഒരു ടാർഗറ്റ് മാത്രമേ അള്ളാഹു മനുഷ്യന് കൊടുത്തെങ്കിൽ ഇത് പാലിക്കുന്നവർക്ക് മാത്രമേ നല്ല മരണം ഉണ്ടാവുള്ളൂ. പല മരണങ്ങളും കാണുമ്പോൾ നമുക്ക് കൊതി തോന്നാറുണ്ട്. പുഞ്ചിരിച്ച് മരിക്കുന്നത് കിടക്കുന്നത് കാണുമ്പോൾ, പല മയ്യത്തും കാണുമ്പോൾ കൊതി തോന്നാറുണ്ട്. അതിനൊരു കാരണമേ ഉള്ളൂ, ആ ജീവിതം അത്രമേൽ വിശുദ്ധമായിരിക്കും. ജീവിതം എത്രമേൽ വിശുദ്ധമാവുന്നുവോ അത് തന്നെയാണ് മരണത്തിന്റെ വിശുദ്ധമാകാനുള്ള മാനദണ്ഡം. അതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. തമൂതൂന കമാ തഈശൂൻ, നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അപ്രകാരമായിരിക്കും നിങ്ങളുടെ മരണം. വതമൂതൂന കമാ തുബറസൂൻ, നിങ്ങൾ എങ്ങനെയാണോ വതുബറസൂന കമാ തമൂതൂൻ, നിങ്ങൾ എങ്ങനെയാണോ മരിച്ചത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പുനർജന്മം. നാളെ നിങ്ങളുടെ പുനർജന്മവും നാളെ മരണശേഷമുള്ള ഘട്ടങ്ങളുമെല്ലാം നിങ്ങൾ മരണം എപ്രകാരം വിശുദ്ധമായിരുന്നോ അത്രമേൽ ലളിതമായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ജന്മത്തോടൊപ്പം നമുക്ക് നൽകുന്ന സന്ദേശം വളരെ കുറഞ്ഞ പരിമിതമായ ആയുസ്സേ ദുനിയാവിലുള്ളൂ എന്ന് മാത്രമാണ്. അത് വിശാലമായ സമുദ്രത്തിലേക്ക് അവന്റെ വിരലുകൾ മുക്കിയിട്ട് ആ വിരൽ ഉയർത്തി കഴിഞ്ഞാൽ ആ വിരൽ നഖത്തിൽ പോരുന്ന എത്രമേൽ ചുരുങ്ങിയ ജലകണങ്ങളേ ഉള്ളൂ, അത്രമേൽ പരിമിതമാണ് ഈ ദുനിയാവെന്ന സന്ദേശം. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ വഫാത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ചുവെങ്കിൽ അത് നമുക്കൊരു പാഠമാണ്. അതുകൊണ്ട് ആ റസൂലിനെ പിൻപറ്റി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് നല്ല ജീവിതം കാഴ്ചവെച്ച് നല്ല രീതിയിൽ മരിക്കാനും നാളെ അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം ഒരുമിച്ച് കൂടാനും അവിടുത്തെ കൈകൊണ്ട് കൗസർ എന്ന പാനീയം കുടിക്കുവാനും അവിടുത്തെ ശഫാഅത്തിൽ ചേരാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.